ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മണ്ടാല ആർട്ടാണ് കേട്ടോ. അപ്പൊ മാക്സിമം എല്ലാവർക്കും അറിയായിരിക്കും മണ്ടാല ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. പക്ഷേ എനിക്കറിയില്ല ഗൈസ്. അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കേൾക്കുന്നതും കാണുന്നതും വരച്ച് നോക്കുന്നതും എല്ലാം ഫസ്റ്റ് ടൈമാണ്. ഭയങ്കരം തന്നെ. അപ്പൊ ഇത് ഞാൻ ഇനി അടുത്ത വീഡിയോ എന്തിടണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. കാണുമ്പം സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ സിമ്പിൾ അല്ല എന്നാ തോന്നുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. യെസ്, അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവും, ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ കഷ്ടപ്പെടേണ്ടി വരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ എന്ത്, അതൊക്കെ ഇനി നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക്, ഷെയർ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കമന്റ് അതൊക്കെ ചെയ്യണം. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. യെസ്, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് എൻ്റെ പുതിയൊരു ഇൻട്രോ? ഞാൻ വിചാരിക്കുക ഇതേമാതിരിയുള്ള ഇൻട്രോ ഇനി എൻ്റെ വീഡിയോയിൽ മൊത്തം ഞാൻ കണ്ടിന്യൂ ചെയ്താലോ എന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേമാതിരിയുള്ള ഇൻട്രോ ആയിട്ട് ഇനി എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്നെ ട്രോളാൻ വേറെ ആരും വേണ്ട, ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ വരക്കാൻ വേണ്ടിയിട്ടൊരു A4 സൈസ് ഷീറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കോമ്പസ് ആദ്യം തന്നെ ഐശ്വര്യത്തോടെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ കോമ്പസിൽ ആദ്യം ഞാൻ ബ്ലാക്ക് മാർക്കർ ഇട്ടു, അപ്പോൾ അത് കയറുന്നുണ്ടായിട്ടില്ല. പിന്നെ പെൻസിൽ കൊണ്ട് ഞാൻ ഇടാൻ നോക്കി, ടൈറ്റ് ചെയ്യാൻ നോക്കി, അത് തീരെ ടൈറ്റ് ആവുന്നുണ്ടായിട്ടില്ല. പിന്നെ തിരിച്ചു അത് ടൈറ്റ് ആവുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആക്കി ഒരു പേപ്പറൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അത് ഞാൻ ടൈറ്റ് ആക്കി വെച്ച്. അങ്ങനെ ഞാൻ ഐശ്വര്യത്തോടെ തുടങ്ങുവാണ്. ഇനി എന്താവുമെന്നൊന്നും അറിയില്ല, നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഞാൻ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇതെന്താ ക്യാമറ നോക്കുന്നതാണോ എന്നൊന്നും വിചാരിക്കേണ്ട ഗൈസ്. അത് ഞാൻ എൻ്റെ പ്ലാൻ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ വരക്കണം എന്നൊക്കെ നോക്കുന്നതാണ്. അങ്ങനെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ട് ഞാൻ തുടങ്ങിയേട്ടാ. അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്. അല്ല, ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ചാൽ നിങ്ങൾ എൻ്റെ മുഖം മാത്രമല്ലേ കാണുള്ളൂ. ഞാനിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മണ്ടാല ഡ്രോയിങ് അല്ലേ, അപ്പോൾ ഡ്രോയിങ് എങ്ങനെ കാണും? അങ്ങനെ ഞാൻ വീണ്ടും ക്യാമറയൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇതോടെ ഞാൻ എൻ്റെ ചളിയടി നിർത്തുന്നതായി പ്രഖ്യാപിച്ച് കാര്യത്തിലോട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേമാതിരി കുറച്ച് റൗണ്ട്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എത്ര റൗണ്ട് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എണ്ണിക്കോ ഗൈസ്. കുറച്ച് അധികം റൗണ്ട്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റൗണ്ട്സ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്ര പെട്ടെന്ന് റൗണ്ട് വരച്ച് കഴിഞ്ഞോന്ന്? അല്ല ഗൈസ്, ഞാൻ ഇതിന് മുന്നേ ഇത് വരച്ചു വെച്ചതാണ്. കാര്യം ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ റൗണ്ട് തന്നെ എനിക്ക് വരക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാലോ. പക്ഷെ റൗണ്ട് കൃത്യമായിട്ട് വന്നു, അത് കറക്റ്റായി. അതുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ ഇതേമാതിരി ഞാൻ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ജെൽ പെന്നെ കൊണ്ടൊന്ന് ഡാർക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4ാമത്തെ റൗണ്ട് ഇങ്ങനെ വരക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒരു സംശയം വന്നു. കാരണം അത് അത്ര പെർഫെക്റ്റിൽ ആ റൗണ്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഡിസൈൻ അതിൻ്റെ ഉള്ളിൽ വരച്ചിട്ട് എല്ലാം ഒരുമിച്ച് നമുക്കൊന്ന് ഡാർക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതല്ല അതിൻ്റെ ഒരു ശരി. അങ്ങനെ ഉള്ളിൽ നമ്മളെ മണ്ടാല ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് കളർ പെൻ എടുത്തിട്ടില്ല. കാരണം അതെന്തേലും തെറ്റുപറ്റിപ്പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും തെറ്റുപറ്റും, അതെനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ വീണ്ടും എടുക്കാൻ ഷീറ്റില്ല, ആകെ ഒരൊറ്റ ഷീറ്റേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പെൻസിലിനെ കൊണ്ട് ആദ്യം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മാർക്കറിനെ കൊണ്ട് വരക്കാമെന്ന് വിചാരിച്ചു. മാർക്കറല്ല, ബ്ലാക്ക് ജെൽ പെൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ജെൽ പെൻ എടുത്തതെന്ന് വെച്ചാൽ ഈ മാർക്കറിനെ കൊണ്ട് ഞാൻ ഒരിക്കൽ വരച്ചേരം മൊത്തം സ്പ്രെഡ് ആകുമായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ജെൽ പെൻ എടുത്തത് കേട്ടോ. പിന്നെ ഈ ഡ്രോയിങ് ഒക്കെ വരക്കാൻ വേണ്ടി അതിൻ്റെതായ പെന്നും എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് ഉള്ളതിനെ കൊണ്ട് ഞാൻ ഒപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉൾഭാഗത്തുനിന്ന് ഞാൻ തുടങ്ങിയിട്ടാ. ഉള്ളിൽ ഞാൻ ഒരു ഫ്ലവർ ടൈപ്പാണ് വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതേമാതിരിയാണ് ഉള്ളിൽ വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്തതായി 3 സർക്കിൾ വിട്ടിട്ട് ഞാൻ വീണ്ടും ഇതേമാതിരി ഒരു ഫ്ലവർ ടൈപ്പാണ് വരച്ചു കൊടുക്കുന്നത്. കാരണം ഇതാണല്ലോ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്നത്, വേറൊന്നും സിമ്പിൾ അല്ലല്ലോ. ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കുറക്കണമായിരുന്നു എന്ന്. കാരണം ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് എഡിറ്റിങ്ങിൽ നമുക്ക് ബ്രൈറ്റ്നസ് കുറക്കാം. എൻ്റെ അടുത്ത് കളി ഒരു രക്ഷയില്ല. എഡിറ്റിങ്ങിലും ബ്രൈറ്റ്നസ് കുറച്ചിട്ടും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡിസൈൻ. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈന് സിമ്പിളായിട്ട് വരച്ചെടുക്കാം.
അങ്ങനെ അത് വരച്ചെടുത്തിട്ട് അത്ര ഭംഗി തോന്നാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും അതേമാതിരി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ മുകളിലത്തെ സർക്കിളിൽ ഞാൻ വീണ്ടും അതേ ഡിസൈൻ വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ വരക്കുമ്പോൾ എനിക്ക് ഒട്ടും പേടി ഉണ്ടായില്ല, കാരണം ഞാനിത് ഗൂഗിളിൻ്റെ റെഫറൻസ് എടുത്തിട്ടാണ് വരക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അങ്ങനെ എനിക്കൊരു പിക്ചർ കിട്ടി. ആ പിക്ചറാണ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ ബുദ്ധിയിലുള്ള ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോയിട്ടില്ല, കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് മണ്ടത്തരാവേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഫസ്റ്റ് ട്രൈ അല്ലേ, അപ്പോൾ എന്തായാലും ഗൂഗിളിൽ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതേ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. യെസ്, അങ്ങനെ ഇങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു റൗണ്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചുഴലിക്കാറ്റ് മാതിരി നമ്മൾ വരച്ചു കൊടുക്കൂലേ റൗണ്ട്, അതേ രീതിയിലാണ് ഞാൻ ആദ്യം വരച്ചു കൊടുത്തത്. പക്ഷേ ഞാൻ പെൻസിലിൽ വരച്ചത് എത്രയോ നന്നായി എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ റൗണ്ട് വരച്ചെടുത്തേരോ എനിക്ക് അത് ഫൈനൽ ലുക്ക് കണ്ടേരോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് വീണ്ടും മൊത്തത്തിൽ റബ്ബ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ചുഴലിക്കാറ്റിൻ്റെ റൗണ്ട് വിട്ടിട്ട് റൗണ്ട് തന്നെയാണ് വരച്ചെടുത്തത്. അതായത് ആദ്യം ഒരു റൗണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇനി ഒരു റൗണ്ട്, വീണ്ടും ഒരു റൗണ്ട്, അങ്ങനെ 3 റൗണ്ടാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് ഇതേമാതിരി. അങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഡിസൈൻ വരച്ചു കൊടുക്കാം. അടുത്ത ഡിസൈൻ അത്ര വലിയ ഡിസൈൻ ഒന്നും അല്ല. സെയിം ആ ഫ്ലവറിൻ്റെ അതേ ഡിസൈൻ ഞാൻ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ അത് വരച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫൈനലായിട്ട് ഔട്ടർ പോർഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള സർക്കിളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ സർക്കിളുകൾ ഇങ്ങനെ വിട്ട് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനത്തെ ഭാഗം ഞാൻ ഇതേമാതിരിയാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് ഒരുപാട് ഞാൻ വരച്ച് റബ്ബ് ചെയ്യലും വരക്കലും റബ്ബ് ചെയ്യലും ആയിരുന്നു, കാരണം കൃത്യമായിട്ട് വരുന്നുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആക്കി ഒന്ന് വരച്ച് കൃത്യമാക്കി എടുത്തതാണ്. അങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഔട്ടർ പാർട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇതേമാതിരിയുള്ള ഒരു ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വരക്കാൻ പോവാണ്. അപ്പോൾ സംഭവം ഞാൻ വരച്ചോണ്ട് പറയല്ല, എന്തായാലും കാണാനൊക്കെ രസമുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് പെന്നിട്ട് വരക്കുമ്പോഴാണ് എന്താവാൻ പോകുന്നതെന്ന് കണ്ടറിയാനുള്ളത്. അങ്ങനെ ഫൈനലി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ബ്ലാക്ക് പെന്നിനെ കൊണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ ഉൾഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, ഒരു തെറ്റും പറ്റല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം ഇത് എന്തേലും തെറ്റ് പറ്റിയാൽ പെൻസിലിൻ്റെ മാതിരിയല്ല, ഇത് മായ്ച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നല്ല, മായ്ച്ചെടുക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിലോട്ട് ഇതേമാതിരിയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ പെൻസിലിനെ കൊണ്ട് വരച്ചെടുത്തും പിന്നെ ഗ്യാപ്പ് വിട്ട ആ സർക്കിളിലെല്ലാം ഒന്ന് ബ്ലാക്ക് ഷെയ്ഡ് ഇട്ടിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, അങ്ങനെ എല്ലാം ഞാൻ പെന്നിനെ കൊണ്ട് വരച്ചിട്ട് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചധികം ഭംഗിയുണ്ട് ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല വർക്കാണ്, നല്ല രസമുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ വീട്ടിൽ. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് എന്നും ചെയ്യുന്ന മാതിരിയുള്ള അലങ്കാര പണികൾ ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ ഒരു ടൈം ലാപ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. യെസ്, അങ്ങനെ നിങ്ങൾ ടൈം ലാപ്സ് ഒക്കെ കണ്ടിട്ട് വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഞാൻ അതിൻ്റെ താഴെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഒട്ടിച്ചിട്ട് വാൾ ഹാങ്കിങ്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.